62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരും. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് കൊല്ലത്തെത്തിക്കും. സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര ഇപ്പോൾ കോട്ടയത്തെത്തിയിരിക്കുകയാണ്. നമുക്കൊപ്പം ആദ്യം കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും കൊല്ലം ആശ്രാമം മൈതാനം, അതാണ് പ്രധാനപ്പെട്ട വേദി. അവിടെ നിന്ന് അരുൺരാജും നമുക്കൊപ്പം ചേരും. ആദ്യം അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. 62ാമത് സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുമ്പോൾ, ഈ കൊല്ലത്തേക്ക് തിരിതെളിയുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കൊല്ലത്ത് ഈ കലാമാമാങ്കത്തിന് അമരത്ത് നിൽക്കുന്നത് ഒരു കലാകാരൻ കൂടിയാണ്. നടൻ മുകേഷ്, കൊല്ലം MLA കൂടിയാണ്. അദ്ദേഹമാണ് ഈ കലാമാമാങ്കത്തിന് കൊല്ലത്ത് എല്ലാവിധ ചുക്കാൻ പിടിച്ച് ഇതുവരെ ഇതിന്റെ സംഘാടകരടക്കം ഓരോ വേദിയിലും ഓരോ സ്ഥലത്തും എത്തി കൃത്യമായ പരിശോധന അടക്കം നടത്തി. ഇപ്പോഴും ഈ പ്രധാന വേദിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. കലാകാരൻ കൂടിയാണ്. അതിനപ്പുറം നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും ഒരു 16 വർഷത്തിന് ശേഷം കലാമാമാങ്കം എത്തുകയാണ്. എങ്ങനെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ കാണുന്നത്? കലാകാരൻ എന്ന നിലയിലും കൊല്ലംകാരൻ എന്ന നിലയിലും MLA എന്ന നിലയിലും എല്ലാം കൊല്ലം വളരെ ആവേശത്തിലാണ്. കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കലാപരിപാടികൾ കാണാൻ ജനങ്ങൾക്ക് അവരുടെ ബ്ലഡിൽ തന്നെ ഒരു വലിയ ടേസ്റ്റ് ഉണ്ട്. 14 കൊല്ലം മുമ്പ് ഇവിടെ നടക്കുമ്പോൾ, ഈ സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ നമ്മുടെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അടുത്ത വേദിയിലേക്ക് ഒരുപക്ഷെ മത്സരാർത്ഥികൾ ഓട്ടോറിക്ഷയിലും കാറിലും ടെമ്പോയിലും ഒക്കെ ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ ഓഡിയൻസ് ഓടുകയാണ്. കാര്യം അത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനി അവിടെ ഇവർ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് തീരുന്നത് വരെ നാട്ടുകാർ കൂടെ, കാര്യം കലാകാരന്മാരുടെ കൂടെ സഞ്ചരിക്കുന്ന കലാസ്വാദകരെന്ന് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ് കൊല്ലം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ ഉണർവ് എല്ലാ മേഖലകളിലും, പത്രമാധ്യമ മേഖലകളാണെങ്കിലും ശരി, ജനങ്ങളുടെ ജില്ലാ ഭരണകൂടമാണെങ്കിലും ശരി, നാട്ടുകാരാണെങ്കിലും കലാസ്വാദകരാണെങ്കിലും 24 വേദികളിൽ നടക്കുന്ന അതിൻ്റെ ഒരു ഉണർവ്, ഓരോരോ സ്ഥലങ്ങളിലും ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ആവേശം, ഏതൊക്കെ തരത്തിൽ, അപ്പം ഏത് പരിപാടി ഏത് സമയത്ത് എവിടെയാണ് തുടങ്ങുന്നത് തീരുന്നത് എല്ലാം ഷാർപ്പായിട്ട് തന്നെ ചെയ്യുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പം നമുക്ക് ആഗ്രഹമുള്ള ഇഷ്ടമുള്ള മത്സരങ്ങൾ ഒരു നൊടിയിടയിൽ നമുക്ക് എവിടെയാണ് ഇനി അടുത്തത് എന്ന് അറിയാനുള്ള ഒരു വലിയ ഒരു സംവിധാനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട്ട് എല്ലാം ഗംഭീരമായിരുന്നു. അതിൻ്റെ മുകളിൽ നിൽക്കുവാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ്. കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കോഴിക്കോട് നിന്ന് വ്യത്യസ്തമായി ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ചുക്കാൻ കൂടി പിടിക്കുകയാണ്, അതിൻ്റെ അമരത്ത് നിൽക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു അനുഭവം? അല്ല, വളരെ സന്തോഷം. ഞാൻ ഈ എപ്പോഴും എല്ലാ മീറ്റിങ്ങുകളിലും ഞാനൊരു മത്സരാർത്ഥിയുടെ സൈഡിൽ നിന്നുകൊണ്ടാണ്, അവരുടെ വികാരങ്ങളും അവരുടെ സംഘർഷങ്ങളും ഒക്കെ മുൻനിർത്തിയാണ് ഞാൻ ഓരോരോ തീരുമാനങ്ങൾ പറയുന്നത്. കാരണം ഏറ്റവും നല്ല പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ശാന്തതയാണ് വേണ്ടത്. ഒരു ചെറിയൊരു കശപിശ അവിടെ ദൂരെ മാറി നിന്ന് ആരെങ്കിലും നടത്തുന്നത് പോലും കൊച്ചു കുട്ടികൾ, ആ പ്രായത്തിലുള്ള കുട്ടികളുടെ മനസ്സ് വിഷമിക്കും. പിന്നെ അവരുടെ പെർഫെക്റ്റായിട്ടുള്ള അവരുടെ പെർഫോമൻസ് നടത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒപ്പിച്ചു കൊടുക്കണം. അവർക്ക് വിശക്കുവാണെങ്കിൽ ആ സമയത്ത് ഭക്ഷണം, വെള്ളം, പിന്നെ മേക്കപ്പ്, ഗ്രീൻ റൂം, വേറെ ആൾക്കാരുടെ ശല്യം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടത്തുള്ളൂ. നമ്മൾ കലാകാരന്മാരെ അറിയാം, എന്തെങ്കിലും ഒരു ചെറിയ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായാൽ അവരുടെ കല തന്നെ മോശപ്പെട്ട രീതിയിലേക്ക് പോകും. അതുപോലും നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ആശ്രമ മൈതാനത്ത് അവസാനഘട്ട പുരോഗമനം അടക്കം ഈ പരിപാടികളടക്കം പരിശോധിക്കുകയും ചെയ്യുകയാണ്. നാളെ തിരിതെളിയുകയാണ്. എല്ലാം നമ്മൾ സജ്ജമായി കഴിഞ്ഞു. നമ്മളെല്ലാം പൂർണ്ണമായ തയ്യാറെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മാമാങ്കമാണല്ലോ. ഇത്രയധികം സ്റ്റേജിൽ ഒരേ സമയം കലാമത്സരങ്ങൾ നടക്കുക എന്നത് സ്കൂൾ കലോത്സവത്തിന് മാത്രമേ ഉള്ളൂ. 24 വേദികളിൽ മത്സരം നടക്കുകയാണ്. കഴിഞ്ഞ കോഴിക്കോടാണെങ്കിൽ 14,000 വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആദ്യ ടീം എത്തും കാസർഗോഡ് 6:30 മണിക്ക്. കൊല്ലം നമ്മൾ ഗംഭീരമാക്കും. കൊല്ലം മത്സരം കുറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇവിടെ നടക്കുന്നത്. ഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് കൊല്ലത്തെ എല്ലാവരും.
ചില അതിലൊരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നഗരസഭ, പഞ്ചായത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. മുകേഷേട്ടൻ പറയുന്നുണ്ടായിരുന്നു, കാരണം ഈ സംഘാടകനപ്പുറം ഒരു കലാകാരൻ കൂടിയാണ്, സ്വാഭാവികമായി ഒരു മത്സരാർത്ഥിയുടെ ഭാഗത്തു നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകേഷിൻ്റെ വർക്കിംഗ് ചെയർമാനാണ്, മുകേഷിൻ്റെ മണ്ഡലത്തിലാണ് നടക്കുന്നത്. മുകേഷ് വളരെ സജീവമായി തന്നെ തുടങ്ങിയ സ്വയം മുതൽ തന്നെ ഉണ്ട് ഇവിടെ. അങ്ങനെ ജനപ്രതിനിധികളടക്കം ഇപ്പോൾ നൗഷാദ് MLA അടക്കമുള്ളവർ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാനഘട്ട ഒരുക്കങ്ങൾ, അവസാനഘട്ട തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ഓരോ ഘട്ടത്തിലും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ സംഘം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ജില്ലയുടെ വിവിധ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുപോലെ ഈ കൊല്ലത്തേക്ക് എത്തുമ്പോൾ അതിനൊരു ഒരു കൗതുകമുണ്ട്. ആ കൗതുകം എന്താണ് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൊല്ലത്തേക്ക് എത്തുമ്പോൾ എന്താണ് ഈ കലോത്സവത്തിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളായി എത്താൻ പോകുന്നത്, അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നു. ഇപ്പോൾ ഈ കലോത്സവം കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഈ സുരക്ഷാ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. സിറ്റി പോലീസ് കമ്മീഷണർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഈ എങ്ങനെയാണ് നമ്മുടെ സുരക്ഷാ ക്രമീകരണം നടക്കും ഇക്കട്ടത്തിൽ? അതെ, നമ്മൾ മുഴുവൻ ഒരു 800 ആൾക്കാർ മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ അക്കോമഡേഷൻ സ്ഥലത്തിൽ വെച്ചിട്ടുള്ള, പിന്നെ നമ്മുടെ വെന്യൂസ് കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാം പെട്രോളിംഗ് ശക്തമാണുള്ളത്. ഇന്നേ തൊട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് കോട്ട്പ കേസസ്, NDPS കേസ്, ആബ്കാരി കേസ് എല്ലാം പിടിക്കാൻ വേണ്ടി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. മുഴുവൻ ബന്ദോബസ്ത് സ്കീം നമുക്ക് റെഡിയാണ്. എല്ലാ സ്ഥലത്തിൽ പെട്രോളിംഗ്, സിറ്റിൻ്റെ എല്ലാ സ്ഥലത്തിൽ ഈ പെൺകുട്ടികൾ ഇതിനെ സംരക്ഷിക്കാനുള്ള ഫോഴ്സ് നമ്മൾ ഡിപ്ലോയ് ചെയ്യാം. ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടായാൽ പിടിവീഴുമെന്ന് ഉറപ്പാണ്? തീർച്ചയായിട്ടും. അങ്ങനെ സുരക്ഷയുടെ കാര്യത്തിൽ പോലും അണുവിട മാറ്റമില്ലാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ സംഘടനകളെല്ലാം തന്നെ അറിയിക്കുന്നത്. അങ്ങനെ കൊല്ലം എല്ലാ അർത്ഥത്തിലും അക്ഷരാർത്ഥത്തിൽ കലോത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്കേൻ. ഓക്കെ, താങ്ക് യു. അരുൺ രാജാണ് കൊല്ലത്തെ പ്രധാനപ്പെട്ട വേദിയായ ആശ്രാം മൈതാനത്ത് നമുക്കൊപ്പം ചേർന്ന്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, കൊല്ലത്തെ MLA കൂടിയായ ചലച്ചിത്ര നടൻ മുകേഷ് എന്നിവരൊക്കെ നമ്മോട് സംസാരിച്ചു. ഇപ്പോൾ സ്വർണ്ണക്കപ്പും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇപ്പോൾ കോട്ടയത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് അത് വൈകുന്നേരം കൊല്ലത്തെത്തും. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് അതിൻ്റെ വിവരങ്ങളുമായി ടോബി ജോൺസൺ നമ്മുടെ പ്രതിനിധി ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. അല്പസമയം മുമ്പാണ് എന്തായാലും ഇവിടെ നിന്ന് സ്വർണ്ണക്കപ്പ് പോയത്. നേരത്തെ വലിയൊരു സ്വീകരണം ഘോഷയാത്രയ്ക്ക് ബേക്കർ സ്കൂളിൽ, കോട്ടയം ബേക്കർ സ്കൂളിൽ നൽകി. നിരവധി വിദ്യാർത്ഥികൾ നമ്മൾ കണ്ടതാണ്. കോട്ടയം നഗരത്തിലുള്ള സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇവിടെ വന്നു. ബാൻഡ് സെറ്റ് കൊട്ടി അവർ ഈ കപ്പിനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഇവിടെ സംസാരിച്ചു, ഒരു സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രസിഡന്റ് സ്വീകരണം നൽകാൻ വേണ്ടി എത്തിയിരുന്നു. എന്നോടൊപ്പം ഇപ്പൊ ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ അടക്കമുള്ളവരുണ്ട്. എത്രത്തോളം സന്തോഷമുണ്ട് ഇങ്ങനെ ആദ്യമായിട്ടുള്ള ഒരു കപ്പ് ഇവിടെ വരുന്നത്? വളരെ വളരെ സന്തോഷം. ഞങ്ങളുടെ ജീവിതത്തിലെ ഇതൊരു ചരിത്ര നിമിഷമാണ്. ഞങ്ങൾ ഈ നിമിഷം ഒരിക്കലും മറക്കത്തില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കലാമേളയ്ക്ക് കൊടുക്കുന്ന ഈ സ്വർണ്ണക്കപ്പ് കോട്ടയം ബേക്കർ സ്കൂളിൽ എത്തുക, അത് അക്ഷരനഗരിയിലെ നമ്മുടെ ആദ്യത്തെ പ്രഥമ വനിതാ വിദ്യാലയമാണിത്. അവിടെ എത്തിച്ചേരുക, നമ്മൾ വലിയൊരു സ്വീകരണം കൊടുത്തു. വലിയൊരു സ്വീകരണമായിരുന്നു. ഇത് ഒരുക്കങ്ങളൊക്കെ നേരത്തെ തുടങ്ങി? അതെ അതെ, ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് അതിന്റെ ക്രമീകരണങ്ങളും അതിന്റെ കുട്ടികളെ സംഘടിപ്പിക്കുകയും അതിന്റെ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ ഓഫീസർമാര്, DD എല്ലാം ഇതിനുള്ള നേതൃത്വം നൽകി. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. തീർച്ചയായിട്ടും എന്തായാലും വലിയ സന്തോഷമാണ്. കോട്ടയത്തേക്ക് ആ കപ്പെത്തി, അതിന് സ്വീകരണം നൽകി. അത് 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.